ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സ്കിൻ ടൈപ്പുകളെ പറ്റിയിട്ടാണ്. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോണേന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതൊക്കെയാണ്, എന്തൊക്കെ വച്ചിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതായത് ഈ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ്, നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാന്നുള്ളതിനെ പറ്റി, ഏത് പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഓരോ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യേണ്ടതിനെയൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടന്റ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് സ്കിൻ ടൈപ്പ് കണ്ടിരിക്കാം. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു സ്കിൻ കെയർ റൂട്ടീൻ സെറ്റപ്പ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് എന്തിലാണ് നമ്മൾ പണിയെടുക്കുന്നതെന്നുള്ളതിനാണ്. അതായത് നമ്മുടെ ക്യാൻവാസ്, നമ്മുടെ സ്കിൻ കെയർ ചെയ്യുന്ന നമ്മുടെ സ്കിൻ, അതാണ് നമ്മുടെ ക്യാൻവാസ്. അതെങ്ങനത്തെയാണെന്ന് മനസ്സിലാക്കണം. അത് ഓയിലി ആണോ, സെൻസിറ്റീവ് ആണോ, ഡ്രൈ ആണോ, കോമ്പിനേഷൻ ആണോ, നോർമൽ ആണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്തൊക്കെ ഫാക്ടറാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് അഫക്ട് ചെയ്യുന്നത്? ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ എൻവയോൺമെന്റ്, രണ്ടെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്, മൂന്ന് നമ്മുടെ ജെനറ്റിക്സ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ഇതിനെ അഫക്ട് ചെയ്യും. പിന്നെ ശബ്ദം മാറിയിട്ടുണ്ടെങ്കിൽ അത് അലർജി കാരണമാണ്. നമുക്ക് ഓരോ ഇതായിട്ട് നോക്കാം. ഫസ്റ്റ്, എത്ര ടൈപ്പ് സ്കിൻ ഉണ്ട്? ലോകത്ത് എത്ര ആൾക്കാരുണ്ടോ അത്രയും ടൈപ്പ് സ്കിൻ ഉണ്ട്. പക്ഷെ നമ്മളൊന്ന് ഈസിലി അതിലൊന്ന് ഓർഗനൈസ് ചെയ്യണമെങ്കിൽ മെയിൻ ആയിട്ട് 5 അല്ലെങ്കിൽ 5.5 ടൈപ്പ് സ്കിൻ ഉണ്ടെന്ന് പറയാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ നോർമൽ സ്കിൻ, രണ്ടെന്ന് വെച്ചാൽ ഓയിലി സ്കിൻ, മൂന്ന് ഡ്രൈ, നാല് കോമ്പിനേഷൻ, 5 സെൻസിറ്റീവ്, പിന്നെ മെച്ചോർഡ് സ്കിൻ. അങ്ങനെ 5-5 ടൈപ്പ് സ്കിൻ ടൈപ്പ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഇത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇപ്പൊ എങ്ങനെയാണെന്ന് പറയുന്നത് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ നോർമൽ ആണ് എന്ന് വിചാരിക്കുന്നെങ്കിൽ ചില പാർട്സ് നമ്മുടെ ചില സ്കിന്നിന്റെ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ കുറച്ച് ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അങ്ങനെ കുറെ ചേഞ്ചസ് വരാം. നമ്മൾ കോമ്പിനേഷനിലോട്ട് പോവുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് നോർമൽ ടു ഓയിലി കോമ്പിനേഷൻ ആയിരിക്കും, ചില ആൾക്കാർക്ക് നോർമൽ ടു ഡ്രൈ കോമ്പിനേഷൻ ആയിരിക്കും, ചില ആൾക്കാർക്ക് സൂപ്പർ ഓയിലി സ്കിൻ ആയിരിക്കും, ചില ആൾക്കാർക്ക് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആയിരിക്കും. ഡ്രൈയിൽ തന്നെ ഇന്റൻസിറ്റി അനുസരിച്ച് എല്ലാം ഇങ്ങനെ മാറും, അതുപോലെ ഓയിലി ടൈപ്പിലും മാറും. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഓരോരുത്തരുടെയും സ്കിൻ ഓരോ ടൈപ്പ് ആയിരിക്കും എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ ചെറുതായത് ഒരാളുടെ ഓയിലി ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും. എല്ലാ ഓയിലി ടൈപ്പും ഇങ്ങനെ ആവണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അയാളുടെ ചിലപ്പോൾ എക്സ്ട്രീംലി ഓയിലി ആയിരിക്കും, ഇപ്പുറത്തേക്കുന്ന ആളുടെ ചിലപ്പോൾ ഓയിലി സ്കിൻ ആയിരിക്കും. പക്ഷെ ഇത്രയും എക്സ്റ്റൻസ് ഓയിലി ആയിരിക്കത്തില്ല ഇയാൾക്കുള്ളത്. ചില ആൾക്കാർക്കുള്ളത് നോർമൽ ആയിരിക്കും, പക്ഷെ ചിലപ്പോൾ മൂക്കിന്റെ അവിടെ മാത്രം ഭയങ്കര ഓയിൽ പ്രൊഡക്ഷൻ കാണും. അപ്പൊ നമ്മൾ കോമ്പിനേഷൻ എന്ന് പറയാനും പറ്റില്ല, കാരണം ഇത്ര ഭാഗത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ചേഞ്ചസ് വരും. അതാണ് ചിലപ്പോൾ നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പിനാണ് എന്നും പറഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് പണി വരും. അത് നമ്മുടെ ഒരു പാർട്സ് വ്യത്യാസം വരുന്നത്. ഈ ഇടയ്ക്ക് തന്നെ എനിക്ക് ഒരാളുടെ കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ ഇത്രയും കാലം വിചാരിച്ച ഡ്രൈ സ്കിൻ ആണെന്ന് വിചാരിച്ചാണ് ഞാൻ ഒരു ക്രീം ഉപയോഗിച്ചത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ഡ്രൈ അല്ല, എന്റെ നോർമൽ ആണ്, അല്ലെങ്കിൽ എന്റെ ഓപ്പൺ പോസ് ഉള്ള ടൈപ്പാണ്. നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. പിന്നെ അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ ജെനറ്റിക്സ്, അതായത് നമ്മുടെ പേരൻസിൽ നിന്ന് നമുക്ക് കുറെ ഇത് കിട്ടും. അതായത് ചിലപ്പോൾ നമ്മുടെ അച്ഛന്റെ സ്കിൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, ചിലപ്പോൾ നമ്മുടെ അമ്മയുടെ സ്കിൻ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകണം. അതല്ലെങ്കിൽ രണ്ടുപേരുടെയും നല്ല അന്തസ്സായിട്ടുള്ള പടിയുള്ള സ്കിൻ ചിലപ്പോൾ നമുക്ക് കിട്ടും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ കാര്യം എടുത്താൽ എന്റെ അമ്മയ്ക്കും കുറച്ച് മെലാസ്മയൊക്കെ ഉള്ള ടൈപ്പ് സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. എന്റെ അച്ഛന്റെ ആണെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരുന്ന ടൈപ്പ് സ്കിന്നാണ്. അത് പ്രത്യേകിച്ച് ബോഡിയിൽ, ഫേസിൽ അല്ലെങ്കിലും ബോഡിയിൽ, അതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ട് ഭാഗത്തു നിന്നുള്ള രണ്ട് പണിയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് ഏതാണ് കിട്ടുന്നത്. അപ്പൊ ജെനറ്റിക്സും നമ്മുടെ സ്കിൻ ടൈപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വൺ ഓഫ് ദി മേജർ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ സ്കിൻ ടൈപ്പിനെ അഫക്ട് ചെയ്യുന്നു. പക്ഷെ ഒരു കോമൺ ഫാക്ടർ ഉണ്ട് എല്ലാത്തിലും. ഏതാന്ന് പറയാമോ? ഓയിൽ. അതായത് ചിലപ്പോൾ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കുറവായിരിക്കും, അപ്പൊ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കും. ഓയിൽ പ്രൊഡക്ഷൻ കറക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ നോർമൽ സ്കിൻ ആയിരിക്കും. എക്സസീവ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ അത് ഓയിലി സ്കിന്നിലോട്ട് പോകും. ഓയിൽ പ്രൊഡക്ഷൻ കാരണം നമുക്ക് ആക്നി വരും, വൈറ്റ് ഹെഡ്സ് വരും, ബ്ലാക്ക് ഹെഡ്സ് വരും. ഓയിൽ പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചൊറിച്ചിൽ വരും. അതായത് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആകുമ്പോൾ ഇറിറ്റേഷൻ കാരണം നമുക്ക് ചൊറിച്ചിൽ വരും. അപ്പൊ ഓയിലാണ് ഇതിനെ കിടന്ന് ഇങ്ങനെ ഇട്ട് കളിക്കുന്ന ആ ഒരു കോമൺ ഫാക്ടർ. അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്കിൻ ടൈപ്പിലോട്ട് പോവാ, ഡ്രൈ സ്കിൻ. ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിൽ ഓയിൽ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. അതായത് ഇപ്പൊ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്ത ഒരു ലെയർ ഉണ്ടാവും, അവിടെ കുറച്ച് സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ടാവും. അതായിരിക്കും നമ്മുടെ സ്കിന്നിന്റെ ഇന്റഗ്രിറ്റി ഒക്കെ പിടിച്ചു നിർത്തുന്നത്. ഈ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് അത് വളരെ കുറവായിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു റഫ്നെസ് കാണും, ഫ്ലേക്കിനെസ് കാണും, ക്രാക്സ് ഒക്കെ കാണും. പിന്നെ നമ്മുടെ സ്കിൻ കുറച്ച് ഡൾ ആയിട്ടിരിക്കും. ഈ ഡ്രൈ സ്കിൻ തന്നെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം: മൈൽഡ്, മോഡറേറ്റ്, എക്സ്ട്രീംലി ഡ്രൈ. മൈൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല നറിഷിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൈൽഡ് ഡ്രൈനെസ് മാറ്റാൻ പറ്റും. പിന്നെ പിന്നെ കുറച്ചെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ നല്ല സ്കിൻ കെയർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മൈൽഡ് ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു മോഡറേറ്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നോർമലി ഒരു മോഡറേറ്റ് ഒക്കെ ആകുമ്പോൾ എക്സ്ട്രീംലി ഡ്രൈ ആണെന്ന് പറയും.
അപ്പൊ മോഡറേറ്റിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഡൾ ആയിട്ട് വരും. നിങ്ങളുടെ ഇപ്പം മോഡറേറ്റ് ഡ്രൈനെസ് ഉള്ള സ്ഥലത്തുള്ള സ്കിൻ കളർ നിങ്ങൾ നോർമൽ സ്കിൻ കളറിനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് ചെറിയ ചൊറിച്ചിലുണ്ടോ എന്ന് വെച്ചാൽ അത്ര ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. അത് വരുമ്പോഴത്തേക്ക് എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നിലോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് മോഡറേറ്റ് ഒക്കെ ആണെങ്കിൽ മൈൽഡിനേക്കാളും കുറച്ചും കൂടി ഇന്റൻസ് ആയിരിക്കും. മാത്രമല്ല സ്കിന്നിന്റെ കളർ ചേഞ്ച് വരും, ഡൾനെസ് വരും. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് ചൊറിച്ചിൽ വരും. എക്സസീവ് ആയിട്ടുള്ള ചില സമയത്ത് നമുക്ക് ചൊറിച്ചിലും വരും. എക്സ്ട്രീം ഡ്രൈനെസ്സിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ കാലിന്റെ ഒക്കെ അവിടെ നല്ല രീതിയിൽ കട്ടയ്ക്ക് തൊലിയെ കട്ട പിടിച്ചിരിക്കാന്നുണ്ട്. നമ്മുടെ കൈമുട്ടിന്റെ ഒക്കെ അവിടെ തീരെ സോഫ്റ്റ്നെസ് ആണ്. നമുക്ക് തൊടുമ്പോ തന്നെ പിന്നെ നല്ല തടുപ്പ് തോന്നും. പിന്നെ നമ്മൾ നല്ല എന്താ പറയുക വെള്ള പൊടികളൊക്കെ നമ്മൾ ആ ഒരു സ്ഥലത്ത് ഭയങ്കര വൈറ്റ് പൊടിയായിട്ടൊക്കെ കാണും. ഡ്രസ്സ് ഊരുമ്പോ തന്നെ നമുക്ക് ചിലപ്പോൾ തോന്നും ഡെഡ് സ്കിൻ വരുന്നതായിട്ടൊക്കെ തോന്നും. അത്രയും എക്സ്ട്രീം ഡ്രൈനെസ്സിലോട്ട് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്കിൻ കെയറിന് നിൽക്കരുത്, ഡോക്ടറിനെ തന്നെ പോയി കാണണം. കാരണം അവർക്ക് അതിനായിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസിന് കുറച്ച് ഹൈ കോൺസെൻട്രേഷനിലോട്ട് പോകേണ്ടി വരും. അത് നമുക്ക് ഡെർമറ്റോളജിസ്റ്റിന് മാത്രമേ തരാൻ പറ്റൂ. അപ്പൊ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം നല്ല രീതിയിൽ ഓയിൽ കൺട്രോൾ, ഓയിൽ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത്. അത് ചിലപ്പോൾ എന്തെങ്കിലും അണ്ടർലൈൻ ഇഷ്യൂസ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. പെട്ടെന്ന് ഡ്രൈനെസ് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അണ്ടർലൈൻ ഇഷ്യൂസ് കൊണ്ടും ആവാം. അപ്പൊ അതാണെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. അതല്ല നിങ്ങൾ മൈൽഡ് മോഡറേറ്റ് ഒക്കെ ആണെങ്കിൽ നല്ല നറിഷിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോഴത്തേക്ക് സെറമൈറ്റ്സ്, ഗ്ലിസറിൻ ഒക്കെയുള്ള മോയ്സ്ചറൈസേഴ്സ് നോക്കുക. പിന്നെ നമുക്ക് എക്സ്ഫോളിയേറ്റ് ആ ഡെഡ് സ്കിൻ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് ബോഡി വാഷസ്, ബോഡി ക്രീമോ നോക്കുക. അതല്ല നിങ്ങൾക്ക് ആ എക്സ്ട്രീംലി ഡ്രൈനെസ് അല്ല എന്നാൽ ഒരു മോഡറേറ്റ് ടൈപ്പ് ഡ്രൈനെസ് ആണ് നിങ്ങളുടെ കൈയുടെയും കാലിന്റെയും ഒക്കെ മുട്ടിന്റെ അവിടെ ഇല്ലെങ്കിൽ യൂറിയ ബേസ് ചെയ്തിട്ടുള്ള ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മുടെ ഓയിലി സ്കിന്നിലോട്ട് പോവാം. അടുത്താണ് ഓയിലി ടൈപ്പ്. ഓയിലി ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ ഉണ്ടായിരുന്ന എന്താണ് ഓയിൽ പ്രൊഡക്ഷൻ ഇല്ല. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് ഓയിൽ പ്രൊഡക്ഷൻ ഒരുപാടുണ്ട്. അതായത് നമ്മൾക്ക് സെബേഷ്യസ് ഗ്ലാൻഡ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നു. അത് മാത്രമല്ല അവരെന്ന് വെച്ചാൽ അവരുടെ ജോലി കംപ്ലീറ്റ്ലി ഓവർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ ഓക്കെ എത്രത്തോളം നിങ്ങളുടെ ബോഡിക്ക് മോയ്സ്ചറൈസർ ഞാൻ തരാൻ തയ്യാറാണ്. അങ്ങനെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരാണ് ഓയിലി ടൈപ്പ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ്, ആക്നെ വരാനുള്ള ചാൻസ്, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അവരുടെ ഫേസ് നല്ല രീതിയിൽ ഓയിലി ആയിട്ടിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്ത് സർഫസിലോട്ട് എത്തും. പക്ഷെ കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഇല്ല ഇനി ഓയിൽ വേണം. അപ്പൊ അവരിങ്ങനെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു ഇത് വരും, ഓയിൽ ഒരുപാടായിട്ട് തോന്നിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ നല്ലതാണോ എന്ന് വെച്ചാൽ അല്ല. കാരണം ഒരുപാട് ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഓയിൽനെസ് കാരണം നമ്മുടെ സ്കിൻ ഒന്ന് ഡൾ ആയിട്ട് വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കൂടുതലും ജെൽ ബേസ്ഡ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. കാരണം വീണ്ടും ഓയിൽ എത്തി നമ്മുടെ സ്കിൻ വീണ്ടും ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എപ്പോഴും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഓയിലി സ്കിൻകാർ. പിന്നെ നിങ്ങൾക്കിപ്പോ തോന്നും പല സ്ഥലത്ത് മാത്രമേ ഓയിൽസിൽ ഫേസിൽ എല്ലാ ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടക്കുന്നത് കോമ്പിനേഷൻ കാറ്റഗറിയിലാണ്. ഇനി നമുക്ക് കോമ്പിനേഷൻ സ്കിൻ എങ്ങനെയാണെന്ന് നോക്കാം. അടുത്താണ് കോമ്പിനേഷൻ സ്കിൻ. കോമ്പിനേഷൻ സ്കിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾ ഓയിലി കോമ്പിനേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഡ്രൈ കോമ്പിനേഷൻ ആയിരിക്കും. എന്നെ പോലെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഓയിലി കോമ്പിനേഷൻ ആളാണ്. കാരണം എന്റെ സ്കിൻ ചിലപ്പോൾ ഭയങ്കരമായിട്ട് സോണിൽ ഭയങ്കരമായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ കാണിക്കും. മറ്റുള്ള ഏരിയ നോർമൽ ആയിട്ടിരിക്കും. ഡ്രൈനെസ്സിലോട്ട് പോകുന്നത് നോർമൽ ആയിട്ടിരിക്കും. ചില ആൾക്കാർക്ക് സോൺ ഓയിലി, മറ്റ് താടിയുടെ അവിടെയൊക്കെ ഭയങ്കര ഡ്രൈനെസ് ആയിട്ട് വരും. അല്ലെങ്കിൽ ഡ്രൈ കോമ്പിനേഷൻ ആയിരിക്കും. അതായത് കൂടുതൽ ഭാഗം സോൺ ഒക്കെ ചില ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കും, ബാക്കിയുള്ള ഭാഗം ഭയങ്കര ഓയിലി ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് അവരുടേത്. സംഭവം എന്താന്ന് വെച്ചാൽ നമുക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്ക് സ്കിൻ കെയർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓയിലിനെസ് കൺട്രോൾ ചെയ്യാനുള്ള സ്കിൻ കെയർ എടുത്താൽ പോലെ. ഡ്രൈ ആണെങ്കിൽ നറിഷിംഗ് ടൈപ്പ് സ്കിൻ കെയർ കണ്ടുപിടിച്ചാൽ മതി. കോമ്പിനേഷൻ കാരാണ് പെടുന്നത്. പ്രത്യേകിച്ച് മാസ്കിങ്ങിന്റെ കാര്യത്തിലൊക്കെ നേരത്തെ ഷോർട്സിലൊക്കെ എന്റെ മാസ്കിന്റെ വീഡിയോ ഇട്ടു. അപ്പൊ ഞാൻ നല്ല രീതിയിൽ മാസ്ക് അപ്ലൈ ചെയ്യും. പക്ഷെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ സോണിൽ കറക്റ്റ് ആയിരിക്കും, പക്ഷെ എന്റെ താടിയുടെ അവിടെ ചിലപ്പോൾ എക്സ്ട്രീംലി ഡ്രൈ ആവും. അപ്പൊ ഞാൻ ബേസിക്കലി ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഈവൻ ദോ ഞാൻ മഡ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ആ ഒരു കോമ്പിനേഷൻ ഫീൽനെസ് എന്റെ വരുമ്പോൾ ഇപ്പൊ ഞാൻ പ്രോഡക്റ്റ് അതനുസരിച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്റെ സ്കിൻ ഇപ്പൊ നോർമലി നിൽക്കും. പക്ഷെ ചില സമയത്ത് ക്ലൈമറ്റിന്റെ ഒക്കെ പണി കയറുമ്പോഴത്തേക്ക് ഇവരെന്താന്ന് വെച്ചാൽ പണിയാൻ തുടങ്ങും. അപ്പൊ ഞാൻ മാസ്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സോണിന്റെ അവിടെ ക്ലേ മാസ്ക് കൊടുക്കും. നമ്മുടെ താടി ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ കഷ്ടപ്പാടാണ്. എന്നാലും ഞാൻ നമ്മുടെ ഷീറ്റ് മാസ്ക് മുറിച്ചിട്ട് വെക്കാൻ നോക്കും. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ഞാൻ എങ്ങനെ ഷീറ്റ് മാസ്ക് മുറിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ എന്താ വെച്ചാൽ മൾട്ടി മാസ്കിങ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് പണ്ട് ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടാണ് അത് പഠിച്ചത്. ഞാൻ ഒരു 10 തവണയൊക്കെ ചെയ്യാറുണ്ട്. എന്നും ഡെയിലി ചെയ്യാറുണ്ടെന്ന് വെച്ചാൽ ഇല്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് മാസ്കിന്റെ അത്ര വലിയ ഫാൻ അല്ല. ചില സമയത്ത് എനിക്ക് മാസ്കിങ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ എന്റെ സ്കിൻ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് മാസ്കിങ്. അപ്പൊ ഞാൻ മൾട്ടി മാസ്കിങ്ങിലോട്ട് പോകും. പക്ഷെ ഞാൻ എപ്പോഴും മനസ്സിലായി നമ്മുടെ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് കോമ്പിനേഷൻ സ്കിൻകാർക്ക് കണ്ടിട്ട് ഭയങ്കര ടഫാണ്. കാരണം ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് പുറത്തോട്ട് വരുമ്പോഴത്തേക്ക്
ഇവിടെ കറക്റ്റ് ആയിരിക്കും, താടിയുടെ അവിടെയൊക്കെ വലിയാൻ തുടങ്ങും, ഡ്രൈനെസ് കാണിക്കും. ചിലപ്പോ എന്തെന്ന് വെച്ചാൽ ഒന്നും തോന്നൂല, ദിവസം ഡേയ്സിന് തന്നെ അങ്ങനെ സംഭവിക്കും. മോർണിംഗിൽ എനിക്ക് അങ്ങനെ നോക്കും, ഈവനിങ് ആവുമ്പോൾ നേരെ തിരിയുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ കോമ്പിനേഷൻകാർക്ക് സ്കിൻ ടൈപ്പ് മനസ്സിലാകും, സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കര റിസ്കിയാണ്, അതുപോലെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും എല്ലാം അത്യാവശ്യം 2 എക്സ്ട്രീമിലും ഉള്ള അല്ലാണ്ട് ഒരു മൈൽഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കയ്യിൽ ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് സാലിസിലിക് ആസിഡിന്റെ ഒരു സെറമോ എന്തെങ്കിലും കയ്യിൽ വെച്ചേക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ സ്കിൻ എപ്പോഴും എന്താണോ തോന്നുന്നത് അതനുസരിച്ച് നമ്മളൊന്ന് മിക്സ് മാച്ച് ചെയ്തിട്ട് സ്കിൻ കെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമുക്കൊന്ന് നോർമലൈസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇൻ കേസ് ഇപ്പൊ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോസിന് അവിടെ മാത്രമേ ഓയിൽനെസ് ഉണ്ടെങ്കിൽ അവിടെ മാത്രമേ അപ്ലൈ ആവുള്ളൂ, താടിയിലോട്ടൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കെമിക്കൽ പീൽസ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ ഡെയിലി യൂസ് ചിലപ്പോൾ നമുക്ക് വീക്കിലി 2 പ്രാവശ്യം യൂസ് ചെയ്യേണ്ടി വരും, നമ്മുടെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് കാണാം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂടുതലും കോൺസെൻട്രേഷൻ നമ്മുടെ ആ ഒരു ഏരിയയിൽ മാത്രം കൊടുക്കുക, മറ്റേ ഭാഗത്ത് വെറുതെ വിടുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോമ്പിനേഷൻ സ്കിൻ കെയർ റൂട്ടീൻ ഒന്ന് എന്താ പറയുക, ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ സ്കിൻ നോർമലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം എന്താ വെച്ചാൽ ഡ്രൈ സ്കിൻകാരും കോമ്പിനേഷൻ ഓയിലി സ്കിൻകാർക്കും കറക്റ്റ് പ്രൊഡക്ട്സ് കിട്ടും, കോമ്പിനേഷൻകാരാണ് പെട്ടുപോകുന്നത്. ചിലപ്പോൾ നമ്മുടെ ഓയിലിക്കാർക്കുള്ള എടുത്ത് ചെയ്യാൻ പറ്റും, കോമ്പിനേഷൻ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ജെൽ ബേസ്ഡ് പ്രൊഡക്ട്സ് ആയിട്ട് യൂസ് ചെയ്യും. പക്ഷെ നമ്മുടെ ബാക്കിയുള്ള താടിയുടെ അവിടെയൊന്നും അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ലാണ്ടായപ്പോ, കാരണം ഡ്രൈനെസ് നല്ല എക്സ്ട്രീം ആയിട്ട് വരും, അപ്പൊ ചൊറിച്ചിലൊക്കെ വരും. അതുപോലെ നിങ്ങളുടെ ഓയിലി ആണെന്നും പറഞ്ഞ് നിങ്ങൾ ഡ്രൈ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓയിലി ഡ്രൈ സ്കിൻകാർക്കുള്ള സാധനം യൂസ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നോർമലി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, പക്ഷെ ഈ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്ക് അന്തസ് പണി കിട്ടുകയും ചെയ്യും. അപ്പൊ അതനുസരിച്ച് നമ്മൾ സ്കിൻ കെയർ സ്വിച്ച് ചെയ്യാനൊക്കെ ഒന്ന് പഠിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്താണ് സെൻസിറ്റീവ് സ്കിൻ. സെൻസിറ്റീവ് സ്കിൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ ഒക്കെ പറഞ്ഞ ജെനറ്റിക്സ് ഡിപ്പെൻഡ് ചെയ്താണെന്ന്. സെൻസിറ്റീവ് സ്കിൻ അങ്ങനെ ഒരു ഫാക്ടറി ഇല്ല. സെൻസിറ്റീവ് സ്കിൻ എന്ന് വെച്ചാൽ എങ്ങനെ പറയുന്നത്, ഇപ്പൊ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് ഇഷ്ടപ്പെട്ടില്ല, അതപ്പോ റിജക്ട് ചെയ്തു. അതെന്ന് വെച്ചാൽ ലൈക്ക് അത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, നമ്മുടെ ജെനറ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ അടുത്ത് ചേച്ചി എന്റെ ഡ്രൈ ആണ് പക്ഷെ സെൻസിറ്റീവ് ആണ്, എന്തുകൊണ്ടാണ് ഇത് സെൻസിറ്റീവ് എന്ന് പറഞ്ഞത് മനസ്സിലാകത്തില്ല. കാരണം ഇപ്പൊ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും എന്റെ സെൻസിറ്റീവ് സ്കിൻ ആണ്, എന്റെ സെൻസിറ്റീവ് സ്കിൻ ആണ്. സെൻസിറ്റീവ് സ്കിൻ എന്ന് വെച്ചാൽ ഡെലിക്കേറ്റ് സ്കിൻ ആണ്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. സെൻസിറ്റീവ് സ്കിൻ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ, അതല്ലെങ്കിൽ നമ്മൾ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ സൺ, ഇതിനെയൊക്കെ വെച്ചിട്ടാണ് ഈ സ്കിൻ സെൻസിറ്റീവ് ആവുന്നത്. ഇപ്പൊ നിങ്ങളുടെ സ്കിൻ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമല്ല സ്പോട്ടിൽ പറഞ്ഞു, അതാണ് സെൻസിറ്റീവ് സ്കിൻ, അത്രേ ഉള്ളൂ. ഇപ്പൊ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഹൈ ടെമ്പറേച്ചർ അപ്പൊ നമുക്ക് ഇറിറ്റേഷൻ വരില്ലേ, അപ്പൊ ആ ഒരു ടൈമിൽ വേണേൽ നമ്മുടെ സ്കിൻ സെൻസിറ്റീവ് ആവും, അല്ലാണ്ട് ത്രൂ ഔട്ട് നമ്മുടെ സ്കിൻ സെൻസിറ്റീവ് ഒന്നും ആവാൻ. അതുപോലെ തന്നെ ചിലപ്പോൾ സൺലൈറ്റ് അടിക്കുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും, അത് സെൻസിറ്റീവ് ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ വേരിയേഷൻ വരുമ്പോൾ അത് നമുക്ക് സ്കിൻ ചിലപ്പോൾ സെൻസിറ്റീവ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൈറ്റ് നൗ എനിക്ക് അലർജി ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് കാരണം എന്റെ സ്കിൻ ചിലപ്പോൾ സെൻസിറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും, കാരണം ചെറിയ എഡ്ജിലും പോച്ചിലും ഒക്കെ വരും. പക്ഷെ ജനറലൈസ് ചെയ്യുമ്പോൾ എന്റെ സ്കിൻ കോമ്പിനേഷൻ ആണ്. ഈ ഒരു അലർജിക് റിയാക്ഷൻ കാരണം ഫുൾ ബോഡി ഫംഗ്ഷൻ മൊത്തത്തിൽ താളം തെറ്റി കിടക്കുകയാണല്ലോ, അത് കാരണം എനിക്ക് സെൻസിറ്റിവിറ്റി ചിലപ്പോൾ എന്റെ സ്കിന്നിൽ ഫീൽ ചെയ്യും. കറക്റ്റ് ടൈം വീഡിയോ എടുത്ത് ഈ സെൻസിറ്റീവ് സ്കിന്നെ പറ്റി പറയാൻ കറക്റ്റ് ടൈമാണ് ഇപ്പൊ എനിക്ക്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സെൻസിറ്റീവ് സ്കിൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എങ്ങനെ മനസ്സിലാക്കാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞത്, ഈ മൂടിയായിട്ടിരിക്കുന്ന സന്ദർഭം കാണത്തില്ലേ, ചെറുതായിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെന്ന് ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ടൈപ്പ് ചിലപ്പോൾ അങ്ങനെ നമ്മൾ നോർമലി അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് റിയാക്ഷൻ തോന്നില്ല, അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ പണി വെറുത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് വെച്ചാൽ നമ്മൾ അവരെ ഇറിറ്റേറ്റ് ചെയ്താൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. നമ്മളിപ്പോ പീരിയഡ്സിന്റെ ഒക്കെ ടൈമിലൊക്കെ ആ ഒരു മൂഡ്നെസ് വരത്തില്ല, സെയിം എക്സാക്ട്ലി അതുപോലെയാണ് നമ്മുടെ സെൻസിറ്റീവ് സ്കിൻ. അടുത്തത് ഭാഗ്യവാന്മാര്, നോർമൽ സ്കിൻ. നോർമൽ സ്കിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നിങ്ങൾക്ക് നോർമൽ സ്കിൻ ഡ്രൈനെസ്സും ഓയിൽനെസ്സും ഒക്കെ കാണിക്കും, പക്ഷെ അത് എപ്പോഴും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. പക്ഷെ എന്തെങ്കിലും ഡ്രൈനെസ് തോന്നിയാൽ ഒരു നറിഷിംഗ് മോയിസ്ചറൈസർ ഇടുക, ബൈ നോർമലൈസ് ചെയ്യും. അതുപോലെ ഓയിൽനെസ് ആണെങ്കിൽ കുറച്ച് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് അങ്ങനെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ ബാക്ക് നോർമലാണ്. അതായത് നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഒന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ഓക്കെ ആവും. അപ്പൊ നമുക്ക് ഡൗട്ട് അടിക്കും, ഓക്കെ കോമ്പിനേഷൻ സ്കിൻകാരും നോർമൽ സ്കിൻകാരും തമ്മിൽ ചെറിയ ഡൗട്ട് വന്നിരിക്കും. വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് ഓപ്പൺ പോസ് നന്നായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോർമൽ സ്കിൻ അല്ല. നിങ്ങൾക്ക് ഈവൻ സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങളുടെ നോർമൽ സ്കിൻ ആണ്. മാത്രമല്ല നിങ്ങളിപ്പോ എത്ര ഏജ് കഴിഞ്ഞാലും നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സ്കിന്നിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോർമൽ സ്കിന്നിൽ കിടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ കോമ്പിനേഷൻകാർ കൺഫ്യൂസ്ഡ് ആവുന്ന നമ്മുടെ കോമ്പിനേഷൻ തന്നെയാണ്, നോർമലിലോട്ട് പോയിട്ടില്ല, നമുക്ക് നോർമൽ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ നോർമൽ സ്കിൻകാർ. അടുത്തതാണ് ഞാൻ പറഞ്ഞ അരഭാഗം മെച്ചൂർഡ് സ്കിൻ. അതായത് നമ്മളൊരു 25 വയസ്സിന് മുകളിലോട്ടാകുമ്പോൾ നമ്മുടെ സ്കിൻ
നോർമലി നമ്മുടെ ഏജ്ഡ് ആവും, അത് വെച്ചിട്ട് നമ്മുടെ സ്കിന്ന് മെച്ചോർഡ് ആവും. അപ്പൊ ഫൈൻ ലൈൻസും റിങ്കിൾസും വരും, നമ്മുടെ സ്കിന്നിലുള്ള കൊലാജന്റെ അളവ് കുറയും. അപ്പൊ അതൊക്കെ കാരണമാണ് നമ്മുടെ സ്കിൻ ഒന്ന് മെച്ചോർഡ് ആവുന്നത്. അപ്പൊ അതെങ്ങനെ ഒന്ന് ആന്റി ഏജിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലൈഫ് ലോങ് സ്വീറ്റ് 17 ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ആ ഫൈൻ ലൈൻസിനെ റിങ്കിൾസിന്റെ ഒക്കെ അപ്പിയറൻസിനെ ഒക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ ഒന്ന് കുറഞ്ഞു വരും മെച്ചോർഡ് സ്കിന്നിലോട്ട് പോകുമ്പോൾ. അപ്പൊ നമ്മൾ റെറ്റിനോൾ 25 വയസ്സിന് മുകളിലോട്ടൊക്കെ നമ്മൾ റെറ്റിനോൾ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക, കൊളാജിൻ സപ്ലിമെന്റ്സ് ഒക്കെ എടുത്തു തുടങ്ങുക. പിന്നെ സൺസ്ക്രീൻ, അതിപ്പോ നിങ്ങൾ മെച്ചോർഡ് അല്ലെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. സൺസ്ക്രീൻ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാനൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ മെച്ചോർഡ് സ്കിൻ നമുക്ക് പ്രീമെച്ചോറിങ് ഇല്ലാണ്ട് നമുക്കൊന്ന് കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്യുന്നിരിക്കുന്ന സാധനം എങ്ങനെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റി നോക്കാം. ഇനി സ്കിൻ ടൈപ്പ് എങ്ങനെ മനസ്സിലാക്കാൻ നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ ഒന്നെന്ന് വെച്ചാൽ ഒരു ഫേസ് വാഷ്. അത് മാക്സിമം ജെന്റിൽ ആയിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത്. സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഒന്നും എടുക്കല്ലേ. അതിനുശേഷം വേണ്ടത് ഒരു ബ്ലോട്ടിംഗ് പേപ്പർ. ഈ സാധനം അതല്ല നിങ്ങൾക്ക്, ഞാൻ നേരത്തെ എത്തില്ലേ, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുക്കാം. പിന്നെ വേണ്ടത് കണ്ണാടി. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യമേ നിങ്ങൾ ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാം. എന്നിട്ട് 2 അവർ നിൽക്കുക. ഇൻ കേസ് നിങ്ങൾ ഭയങ്കര ഫോമിംഗ് ഫേസ് വാഷ് ഒക്കെ ആണെങ്കിൽ ഹാഫ് അവർ വെയിറ്റ് ചെയ്താൽ മതി. ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് ആണെങ്കിൽ 2 hours വെയിറ്റ് ചെയ്യാം. അപ്പൊ എന്നിട്ട് അപ്പോൾ ഇറിറ്റേഷൻ ഒക്കെ തോന്നും, പക്ഷെ സ്റ്റിൽ വെയിറ്റ് ചെയ്യും. ഉടനെ മോയിസ്ചറൈസർ ഇടരുത്. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഒന്നുകിലും ടിഷ്യൂ പേപ്പർ അതല്ലെങ്കിൽ ബ്ലോട്ടിംഗ് പേപ്പർ എടുത്ത് നമ്മുടെ ഫേസിൽ മൊത്തം ഒന്ന് ഒട്ടിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേ ഒട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെ ഓയിൽനെസ് വരും നോക്കാം. ഫേസിൽ ഫുൾ എല്ലായിടത്തും ഓയിൽനെസ് വന്നാൽ നിങ്ങളുടെ ഓയിലി സ്കിൻ. എങ്ങും വന്നില്ല, ഒട്ടിക്കുമ്പോൾ തന്നെ ഒട്ടാൻ പോലും ഉള്ള ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ. പക്ഷെ ഏതെങ്കിലും 1-2 പേപ്പറിൽ, ഒരു പേപ്പറിലൊക്കെ ചെറിയ എവിടെയെങ്കിലും ഒരു ചെറിയ ഓയിൽനെസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണ്. ഡ്രൈ സെൻസിറ്റീവ് സ്കിന്നിൽ വരുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതല്ല, നിങ്ങൾ ഒട്ടിച്ചിട്ട് എല്ലാ സ്ഥലത്തിലും ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ മാത്രം 2-3 പേപ്പറിലൊക്കെ ചെറിയ ഓയിൽനെസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നോർമൽ സ്കിൻ ആണ്. ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുന്നത്. ടീ സോണിൽ മാത്രമാണെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ. അതല്ല തിരിച്ച് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു ഓയിൽനെസ് ഫെയ്ഡ് ചെയ്യും, ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിൻ. അങ്ങനെയാണ് നമ്മൾ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുന്നത്. ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ രീതിയിൽ നോക്കാം. രണ്ടാമത്തേന്ന് വെച്ചാൽ ഒരു മിറർ എടുക്കുക, കുറച്ച് വലിയ മിറർ എടുക്കുക. അതിനുശേഷം അതിനിങ്ങനെ അടുത്ത് വെക്കുക. അതിന് മാഗ്നിഫൈങ് ഉണ്ടെങ്കിൽ അതിലോട്ട് നോക്കരുത്, പേടിച്ചു പോകും. നമ്മൾ സാധാരണ ഫേസ് മിറർ എടുക്കുക. എടുത്തതിന് ശേഷം ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കാം, നമ്മുടെ പോസിലോട്ട് നോക്കാം. പോസ് ഭയങ്കര ഡൈലേറ്റഡ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളത് കൂടുതൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഓയിലി സ്കിൻ ആണ്. ഓൾ ഓവർ ദി ഫേസിലെ പോസ് നല്ല ഡൈലേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ ഓയിലി സ്കിൻ ആണ്. അല്ല ടീ സോണിലെ പോസ് മാത്രം ഡൈലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ ആണ്. അതല്ല വി സൈഡിൽ മാത്രം പോസ് ആണ് നല്ല ഡൈലേറ്റഡ് ആയിട്ടിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ. അപ്പൊ നിങ്ങൾ എന്താണ് പോസ് എന്ന് പോലും മനസ്സിലാവാതിരിക്കുന്ന സ്കിൻ നന്നായിട്ട് വലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് ഡ്രൈ സ്കിൻ ആണ്. അതല്ല, നിങ്ങൾക്ക് പോസ് ഉണ്ട് പക്ഷെ അത് അത്ര കാണാൻ പറ്റും പക്ഷെ ഭയങ്കര വിസിബിൾ ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കൺഗ്രാചുലേഷൻസ്, നിങ്ങൾ നോർമൽ സ്കിന്നിലാണ്. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിൻ ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കാം. അതായത് നിങ്ങളുടെ കവിളിന്റെ അവിടെ ഇങ്ങനെ പിൻ ചെയ്യാം. എന്നിട്ട് നമ്മുടെ പോസിലോട്ടൊന്ന് നോക്കുക. അപ്പൊ പോസ് ഭയങ്കരമായിട്ട് ഫ്ലഷ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ വിടുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പ്ലംബിങ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഓയിലി സ്കിൻ ആണ്. പിന്നെ ആ ഓയിൽനെസ്സും കൂടെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അങ്ങനെ മനസ്സിലാക്കുക. അതല്ല, വിടുമ്പോൾ തന്നെ ഒരു എന്തൊരു ഡൾനെസ് ഒരു ഫ്ലേക്കിനെസ്സും ഒക്കെ ആണ് നിങ്ങൾക്ക് ഫീൽ ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ്. അതല്ല, നമ്മളിങ്ങനെ തൊലി പിടിച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഇത് നമ്മൾ ഡീഹൈഡ്രേഷൻ ഒക്കെ നോക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. അപ്പൊ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് പോകുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടേ അത് ഒട്ടത്തുള്ളൂ. ഈ ഏജ്ഡ് ആയിട്ടുള്ള അപ്പന്റെ അമ്മമാരുടെ ഒക്കെ സ്കിൻ പിടിച്ചിട്ട് നമ്മൾ വിടുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കില്ല, അതൊന്ന് നോർമൽ ആവാം. സാധാരണ അത്ര ഇല്ലെങ്കിൽ അതിന്റെ അടുത്തൊക്കെ കാണും. നിങ്ങൾ ഇപ്പൊ എന്റെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് വിടുമ്പോൾ പെട്ടെന്ന് പോലെ. പക്ഷെ എല്ലാവർക്കും അങ്ങനെ പോകത്തില്ല, പ്രത്യേകിച്ചും ഡ്രൈ സ്കിൻകാർക്കുള്ളവർ. ഇനി എന്റെ അടുത്ത് ചോദിക്കത്തില്ലല്ലോ എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുന്നതെന്നുള്ളത്. ചോദിച്ചാലും ഞാൻ പറഞ്ഞു തരും, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എൻവയോൺമെന്റ് നമ്മുടെ സ്കിന്നിനെ അഫക്ട് ചെയ്യുന്നു. ഇപ്പൊ നേരത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഞാൻ എന്റെ സ്കിൻ കെയർ റുട്ടീനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ സ്കിൻ അങ്ങനെയായിരുന്നു, ഇപ്പൊ എന്റെ സ്കിൻ ഇങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ ഏജ് ആവുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്നിന് ചേഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ചേഞ്ച് ചെയ്യും. അതായത് ഇപ്പൊ നമുക്ക് നല്ല മഴക്കാലമാണ്, ഹ്യൂമിഡിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്ര ഹൈഡ്രേഷൻ വേണ്ടി വരത്തില്ല. നല്ല എക്സ്ട്രീംലി ഹൈഡ്രേഷൻ വേണ്ടി വരും. അതുപോലെ എക്സ്ട്രീംലി ഡ്രൈ ആണെങ്കിൽ നമുക്ക് ഹൈഡ്രേഷൻ കൂടുതലായിട്ട് വേണ്ടി വരും. ഈവൻ ദോ നമ്മുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചിലപ്പോൾ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. ഒരു കോമ്പിനേഷൻ ടൈപ്പിലോട്ടൊക്കെ ചിലപ്പോൾ ഡ്രൈ ആണെങ്കിൽ വീണ്ടും എക്സ്ട്രീംലി ഡ്രൈയിലോട്ട് പോകും. അതല്ല, നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യും. അപ്പൊ അതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ എൻവയോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്കിൻ എന്താണോ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കുക. ടെമ്പററി ചേഞ്ചസ് എന്താണോ നമ്മുടെ സ്കിൻ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കുക. അല്ലാണ്ട് ജീവിതകാലം മൊത്തം അല്ലെങ്കിൽ ഒരു വർഷം മൊത്തം നമുക്ക് ഒരേ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാൻ പറ്റണം എന്നില്ല. അതുപോലെയാണ് ഏജ് ആവുന്നത്. ഒരു 25 വയസ്സിന് മുകളിൽ വരെ നമ്മൾ ചിലപ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കത്തില്ല അതിന് ശേഷം വേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് റെറ്റിനോൾ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യേണ്ടി വരും, ആ ഒരു മെച്ചുവർഡ് സ്കിന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എപ്പോഴും സ്കിൻ കെയർ റുട്ടീൻ സെറ്റപ്പ് ചെയ്യാൻ.
ഇപ്പൊ എല്ലാവർക്കും സ്കിൻ കെയർ റൊട്ടീൻ സ്കിൻ ടൈപ്പ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓരോ സ്കിൻ ടൈപ്പിനുള്ള സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാം, അതിനെപ്പറ്റി സംസാരിക്കാം. ഓൾറെഡി നമ്മൾ അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഐക്കാർഡി കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് പുതിയ ന്യൂ അപ്ഡേറ്റഡ് വേർഷൻ വേണം, അത് 1 വർഷം മുന്നേ ഉള്ളതല്ലേ, ഒരു പുതിയ അപ്ഡേറ്റഡ് വേർഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ അതും ചെയ്യാം. ഇനിയും നിങ്ങൾക്ക് സ്കിൻ ടൈപ്പ് മനസ്സിലായില്ലെങ്കിൽ അതും പറ, ഞാൻ എവിടെന്നെങ്കിലും പുതിയ ടൈപ്പ് വെത്തുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിച്ചുകൊണ്ടും വരാം. സോ ഇന്നത്തെ വീഡിയോ സ്കിൻ ടൈപ്പിനെ പറ്റിയിട്ടായിരുന്നു. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോയുടെ എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസും ഞാൻ വരുന്നതാണ്. ട്യൂസ്ഡേയുടെ Q&A പറ്റി മറക്കണ്ട, കമന്റ് ബോക്സിൽ വെച്ച് നമുക്ക് ആ സെയിം ക്വസ്റ്റ്യൻ ട്യൂസ്ഡേസിൽ ചെയ്യാം. Till it's Lakshmi signing off. Tata.